ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ഐരൂപ്പാറ. പ്രധാന വാർത്തകൾ. ദേശീയ സുരക്ഷ, കായികം, ശാസ്ത്രം എന്നീ മേഖലകളിൽ അഭിമാനകരമായ നേട്ടങ്ങളാണ് ഇന്ത്യ ഈ വർഷം കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയിൽ 2026 സുപ്രധാന നാഴികക്കല്ലാകുമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചീഫ് സെക്രട്ടറിമാരുടെ 5ാമത് ദേശീയ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ചു. 84ാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 10 കിലോമീറ്റർ ചുറ്റളവിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇന്ത്യ ശ്രീലങ്ക വനിതാ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം അല്പസമയത്തിനകം തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. വാർത്തകൾ വിശദമായി. ദേശീയ സുരക്ഷ, കായികം, ശാസ്ത്രം എന്നീ മേഖലകളിൽ അഭിമാനകരമായ നേട്ടങ്ങളാണ് ഇന്ത്യ ഈ വർഷം കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 129ാം പതിപ്പിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2025 ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ നിരവധി നിമിഷങ്ങൾ നൽകിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വർഷം രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് മൻ കി ബാത്തിന്റെ ഈ മാസത്തെ പതിപ്പിന് പ്രധാനമന്ത്രി തുടക്കമിട്ടത്. ഓപ്പറേഷൻ സിന്ദൂർ ഓരോ ഭാരതീയന്റെയും അഭിമാനത്തിന്റെ പ്രതീകമായി മാറി. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തിൽ ആവേശത്തോടെ പങ്കുചേർന്നതിന് പ്രധാനമന്ത്രി ജനങ്ങളെ അഭിനന്ദിച്ചു. 2025 കായിക രംഗത്തും അവിസ്മരണീയമായ ഒരു വർഷമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകളുടെയും പാരാ അത്ലറ്റുകളുടെയും കിരീട നേട്ടങ്ങളെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഭാരതീയനായി ശുഭാൻഷു ശുക്ല മാറിയതായി പറഞ്ഞ പ്രധാനമന്ത്രി ശാസ്ത്ര ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ വലിയ കുതിച്ചുചാട്ടം നടത്തിയതായും അഭിപ്രായപ്പെട്ടു. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് യുവജനങ്ങളുടെ ജിജ്ഞാസയ്ക്കുള്ള ഉത്തരമാണെന്നും അവരുടെ നവീനാശയങ്ങൾ പങ്കുവയ്ക്കാനുള്ള വേദിയാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. യുവജനങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള മറ്റൊരു വേദിയാണ് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ എന്നും ആശയങ്ങൾ പ്രവർത്തനങ്ങളിലേക്ക് വഴിമാറുന്ന മാധ്യമമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വദേശിയോടുള്ള ജനങ്ങളുടെ ആവേശം പ്രകടമായതിൽ പ്രധാനമന്ത്രി സംതൃപ്തി പ്രകടിപ്പിച്ചു. ഒരു ഇന്ത്യക്കാരന്റെ വിയർപ്പും ഇന്ത്യൻ മണ്ണിന്റെ സുഗന്ധവും വഹിക്കുന്ന സാധനങ്ങൾ മാത്രമാണ് ആളുകൾ വാങ്ങുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. स्वदेशी को लेकर भी लोगों का उत्साह खूब दिखाई दिया. लोग वही सामान खरीद रहे हैं जिसमें किसी भारतीय का पसीना लगा हो और जिसमें भारत की मिट्टी की सुगंध हो. आज हम गर्व से कह सकते हैं 2025 ने भारत को और अधिक आत्मविश्वास दिया है. ന്യൂമോണിയ, UTI തുടങ്ങിയ പല രോഗങ്ങൾക്കും ആന്റിബയോട്ടിക്കുകൾ ഫലപ്രദമാകുന്നില്ലെന്ന ICMR റിപ്പോർട്ടിൽ പ്രധാനമന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാവൂ എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. തമിഴ് ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രാജ്യത്ത് തുടർച്ചയായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പുതിയ പ്രതീക്ഷകളോടും പുതിയ പ്രതിജ്ഞകളോടും കൂടി 2026 രാജ്യം മുന്നോട്ടു പോകാൻ തയ്യാറാണെന്ന് ശ്രീ മോദി പറഞ്ഞു. വികസിത ഭാരതത്തിന്റെ പൂർത്തീകരണത്തിലേക്കുള്ള യാത്രയിൽ 2026 ഒരു പ്രധാന നാഴികക്കല്ലായിരിക്കും ുമെന്ന് പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. എല്ലാവരും ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ പങ്കുചേർന്ന് ആരോഗ്യം സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ച പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങൾക്ക് പുതുവത്സരാശംസകളും നേർന്നു. तो विकसित भारत का संकल्प जरूर सिद्ध होगा. साल 2026 इस संकल्प सिद्धि की यात्रा में एक अहम पड़ाव साबित हो. आपका और आपके परिवार का जीवन खुशहाल हो. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. രാത്രി 7:20 പാളയം LMSൽ നടക്കുന്ന ട്രിവാൻഡ്രം ഫെസ്റ്റിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്നേഹ സന്ദേശം നൽകും. മറ്റന്നാൾ വർക്കല ശിവഗിരിയിൽ 93ാമത് ശിവഗിരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നാലാഞ്ചിറ മാർ ഇവാനിയോസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപന ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെയും മറ്റന്നാളും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. നാളെ ഉച്ചയ്ക്ക് 2:30 മുതൽ രാത്രി 8:30 വരെയും മറ്റന്നാൾ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുമാണ് ഗതാഗത നിയന്ത്രണങ്ങളുള്ളത്. നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള പ്രധാന റോഡുകളിലും സമീപമുള്ള ഇടറോഡുകളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണം.
ന്യൂഡൽഹിയിൽ നടക്കുന്ന ചീഫ് സെക്രട്ടറിമാരുടെ 5ാമത് ദേശീയ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും അധ്യക്ഷത വഹിച്ചു. ഈ മാസം 26-നാണ് 3 ദിവസത്തെ സമ്മേളനം ആരംഭിച്ചത്. ഘടനാപരവും സുസ്ഥിരവുമായ സംഭാഷണങ്ങളിലൂടെ കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. 84ാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന് തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആധുനിക കാലത്ത് ചരിത്ര കോൺഗ്രസിന് പ്രത്യേകത ഏറെയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതുവരെ നടന്ന ചരിത്ര കോൺഗ്രസിന് കേരളത്തിന് വലിയ തോതിലുള്ള സംഭാവനകൾ നൽകാൻ സാധിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1000-ഓളം പ്രതിനിധികളാണ് ചരിത്ര കോൺഗ്രസിൽ പങ്കെടുക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. അധ്യക്ഷൻ ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 5 മുതൽ 7 വരെ തീയതികളിൽ നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4-ഉം ജില്ലാ പഞ്ചായത്തിൽ 5-ഉം മുനിസിപ്പാലിറ്റികളിൽ 6-ഉം കോർപ്പറേഷനുകളിൽ 8-ഉം സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് രൂപീകരിക്കേണ്ടത്. മണ്ഡലകാലം ആരംഭിച്ചത് മുതൽ നടയടച്ച ശനിയാഴ്ച വരെ പരമ്പരാഗത കാനനപാതയായ സത്രം പുല്ലുമേട്ടിലൂടെ സന്നിധാനത്തേക്ക് കടന്നുപോയത് 1,31,209 തീർത്ഥാടകർ. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 76,400 തീർത്ഥാടകരാണ് പരമ്പരാഗത പാതയിലൂടെ സഞ്ചരിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഇരട്ടിയിലെടുത്ത ആളുകൾ പുല്ലുമേട്ടിലൂടെ ശബരിമലയിലെത്തി. നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം 5000-ആയി കുറച്ചതോടെയാണ് സത്രം പുല്ലുമേട് കാനനപാതയിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചത്. തീർത്ഥാടകരുടെ എണ്ണം പല ദിവസങ്ങളിലും 5000-ത്തിലധികം കടന്നിരുന്നു. സത്രത്തിന് സമീപം അയ്യപ്പ ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൌകര്യങ്ങൾ ക്രമീകരിച്ചതിനൊപ്പം പോലീസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും വനംവകുപ്പിന്റെയും സേവനവും ലഭ്യമാക്കിയിരുന്നു. ഡിസംബർ 30-ന് മകരവിളക്ക് ഉത്സവത്തിനായി നട തുറന്നു കഴിഞ്ഞാൽ പരമ്പരാഗത കാനനപാതയായ സത്രം പുല്ലുമേട് വഴി തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഇതിലും വർധന ഉണ്ടാകാൻ സാധ്യത. കേരളത്തിൽ കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, ceo.kerala.gov.in എന്ന വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. ആലപ്പുഴ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 10 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിലെ നിരണം, കടപ്ര, പെരിങ്ങര പഞ്ചായത്തുകളിൽ വളർത്തുപക്ഷികളുടെ മുട്ട, ഇറച്ചി, കാഷ്ടം വിൽപ്പനയും ഉപയോഗവും നിരോധിച്ചു. 7 ദിവസത്തേക്കാണ് നിരോധനം. ഇന്ത്യ ശ്രീലങ്ക വനിതാ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം അല്പസമയത്തിനകം തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. വൈകുന്നേരം 7-നാണ് മത്സരം. ടോസ് നേടിയ ശ്രീലങ്ക ഇന്ത്യയെ ബാറ്റിംഗിനയച്ചു. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 3-0 മുന്നിലാണ്. 5ാം മത്സരം ചൊവ്വാഴ്ച നടക്കും. ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന്റെ 3ാം ദിനം നടന്ന വിവിധ മത്സരങ്ങൾ പങ്കാളിത്തം കൊണ്ടും സാഹസികത കൊണ്ടും ശ്രദ്ധേയമായി. ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന കയാക്കിംഗ് മത്സരത്തിൽ 67 കയാക്കർമാർ വിവിധ വിഭാഗങ്ങളിലായി മാറ്റുരച്ചു. ചാലിയത്ത് നിന്നും ബേപ്പൂരിലേക്ക് നടന്ന മാരത്തോൺ KM സച്ചിൻ ദേവ് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ സംസ്ഥാനതല കലാമേള സർഗോത്സവം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. 22 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലെയും 120 ഹോസ്റ്റലുകളിലെയും 1500-ലധികം വിദ്യാർത്ഥികളാണ് കലാമേളയിൽ പങ്കെടുക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ സുരക്ഷ, കായികം, ശാസ്ത്രം എന്നീ മേഖലകളിൽ അഭിമാനകരമായ നേട്ടങ്ങളാണ് ഇന്ത്യ ഈ വർഷം കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയിൽ 2026 സുപ്രധാന നാഴികക്കല്ലാകുമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചീഫ് സെക്രട്ടറിമാരുടെ 5ാമത് ദേശീയ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ചു. 84ാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 10 കിലോമീറ്റർ ചുറ്റളവിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇന്ത്യ ശ്രീലങ്ക വനിതാ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം അല്പസമയത്തിനകം തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.